ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചതല്ല. ഈ അച്ചീവ്മെൻറ്റിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ബാട്ടിയക്ക് തന്നെയാണ് കൊടുക്കുന്നത്. സോ ഐ സിൻസിയർലി താങ്ക് ബാട്ടിയ ഫാക്കൽറ്റീസ് ആൻഡ് ഓൾ ദ മെമ്പേഴ്സ്. ഹലോ, ഞാൻ ഡോക്ടർ.ഷിൽപ. ഞാൻ ബേസിക്കലി കാസർഗോഡ് നിന്നാണ്. ഞാൻ KMCT ഡെൻ്റൽ കോളേജ് 2017 ബാച്ചാണ്. കഴിഞ്ഞ NEET MDS എക്സാമിൽ 137 ഓൾ ഇന്ത്യ റാങ്ക് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ MDS വേണം എന്നുള്ളൊരു തീരുമാനത്തിലല്ലായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടൻ വഴിയാണ് ഞാൻ ബാട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞതും അതുവഴി ബാട്ടിയ ജോയിൻ ചെയ്തതും. ആൻഡ് എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഈ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് ഓൾ 90% ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു റൗണ്ട് ഓഫ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ ഫാക്കൽറ്റീസും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഏത് ടൈമിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അവർക്ക് ഭയങ്കരമായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും സിമ്പിളായിട്ട് ലൈക്ക് ഒരു 20 to 30 മിനിറ്റ്സിൽ നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് വരെ സോൾവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ ആസ്പിറൻസിനോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ടോപ്പിക്കുമായിട്ടുള്ള ടച്ച് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു 1 year ഗ്യാപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിക്കിൽ നിന്നുള്ള ടച്ച് വിട്ടുപോകും. ലൈക്ക് പാർട്ട് 1 പാർട്ട് 2 സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ബേസിക്കലി മറന്നു പോകും. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക.